ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലഡിയോസ്കോപ്പിലെ ഐ ഹാവ് എ ബ്രൂം എന്നൊരു പോയാണ്. ഇത് എഴുതിയിട്ടുള്ളത് സായ് യോങ് മിൻ എന്നുള്ള ഒരു റൈറ്ററാണ്. സായ് യോങ് മിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയാണ്, കണ്ടംപററി ചൈനീസ് പോയിറ്റാണ്. അതുപോലെ 1980s ഒരു പവർഫുൾ വോയിസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ 1980s ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്താണ് ലിറ്റററി റിനൈസൻസും അതേപോലെ കൾച്ചറൽ റിഫോർമേഷനും ചൈനയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ ഫസ്റ്റ് പോയിട്രി കളക്ഷൻ്റെ പേരാണ് വുമൺ. അതുപോലെ 7 കളക്ഷൻ ഓഫ് പോയിട്രിയും 6 കളക്ഷൻസ് ഓഫ് എസ്സേസും ആർട്ടിക്കിൾസും എഴുതിയിട്ടുണ്ട്. ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മാവോ എറ എന്നുള്ളൊരു എറയെ കുറിച്ചിട്ടാണ്. പോസ്റ്റ് മാവോ എറ പറഞ്ഞു വെച്ചാൽ അത് ചൈനയിലെ ഒരു ലീഡറായിരുന്ന മാവോയുടെ ഡെത്തിന് ശേഷം പുതിയൊരു ലീഡർ അവിടെ വരികയാണ്, ഡോങ് സിയോങ് പിങ് പറഞ്ഞിട്ട്. അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടുത്തെ ചൈനീസിലത്തെ റിഫോർമേഷനും ഒക്കെ സാധ്യമായത്. എക്കണോമിക്കലി, ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളിലും റിഫോർമേഷൻ വന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഈ ഒരു റൈറ്റിങ്സ് എഴുതിയിരുന്നത്. അതുകൊണ്ട് ഇവരുടെ റൈറ്റിങ്സിൽ മുഴുവൻ നമുക്ക് ആ പോസ്റ്റ് മാവോ എറയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് യിങ് ആൻഡ് യാൻ. ഈ യിങ് ആൻഡ് യാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ഡിസ്റ്റിങ്ഷൻ, ഒരു ടൈപ്പ് ഓഫ് ചൈനീസ് ഡിസ്റ്റിങ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യിൻ എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെമിനൈൻ, അല്ലെങ്കിൽ ഷാഡോവി സൈഡ് ഓഫ് മൗണ്ടൈൻ, എർത്ത്, ദ കോൾഡ് നോർത്ത്, അല്ലെങ്കിൽ വാട്ടർ, അങ്ങനെയൊക്കെയാണ് യിങ് എന്നുള്ള ഒരു ഗണത്തിൽ പെടുത്തുന്നത്. യാങ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് മാസ്കുലീൻ, അതുപോലെ ദ സണ്ണി സൈഡ് ഓഫ് ദ മൗണ്ടൈൻ, ദ സൺ, ദ ഫയർ, ദ സ്കൈ, ദ വാം സൗത്ത്, അങ്ങനെയുള്ള ഓപ്പോസിറ്റ് സൈഡാണ് യിങ് യാങ്. അങ്ങനെ 2 തരത്തിൽ അവർ ഡിസ്റ്റിങ്ഷൻ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഒരു റൈറ്ററുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ വുമൺസിൻ്റെ കാര്യങ്ങൾ ഒരു കണ്ടംപററി എങ്ങനെയാണോ ചൈനീസ് വുമണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു രീതിയിലാണ് അവരുടെ ലാംഗ്വേജ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കണ്ടംപററി വുമൺസിൻ്റെ പ്രശ്നങ്ങൾ അവർ അവരുടേതായ ഒരു പോയറ്റിക് ലാംഗ്വേജിൽ കണക്ട് ചെയ്ത് എഴുതുന്നു. ഈ ഒരു പോയത്തിലും ഐ ഹാവ് എ ബ്രൂം, ഈ ഒരു പോയത്തിലും വുമൺസിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്, കണ്ടംപററി വുമൺസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഐ ഹാവ് എ ബ്രൂം എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. ഇവിടെ ബ്രൂം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചൂല്. ഐ ഹാവ് എ ബ്രൂം എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് എ വർക്ക്. അതായത് ബ്രൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കാണ്, എനിക്കൊരു വർക്കുണ്ട് എന്നുള്ളതാണ് ബ്രൂം കൊണ്ട് സിമ്പിൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഒരു വർക്ക്, വുമൺസിന് വർക്ക്, സ്വന്തമായൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതൊരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കാം അതിലൂടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പോയത്തിലേക്ക് പോകുമ്പം ഐ ഹാവ് എ ബ്രൂം, ദാറ്റ് ഈസ് ടു സേ ഐ ഹാവ് എ കളർഫുൾ ലൈഫ്, ഫ്രഷ് എയർ ആൻഡ് എ പാത്ത് ദാറ്റ് ഈസ് മൈ ഓൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എനിക്കൊരു ബ്രൂമുണ്ട്, എനിക്കൊരു ചൂലുണ്ട്, അതുകൊണ്ട് എന്തുണ്ട്, എനിക്കൊരു കളർഫുള്ളായ ലൈഫുണ്ട്, എനിക്ക് ഫ്രഷ് എയർ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ എനിക്ക് എൻ്റേതായ ഒരു പാത്തുണ്ട്. അതായത് മീൻസ് അറിയാലോ, ബ്രൂം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഒരു ജോബിനെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു ജോലിയുണ്ട്, അതുകൊണ്ട് എന്തുണ്ട്, എനിക്കൊരു കളർഫുള്ളായ ലൈഫുണ്ട്, എനിക്ക് ഫ്രഷ് എയർ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതേപോലെ എനിക്ക് എൻ്റേതായ ഒരു പാത്തുണ്ട്. I will ignore neighbors' ridicule and obstructions of relatives and friends. I have a broom, I have work. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഐ വിൽ ഇഗ്നോർ നെയ്ബേഴ്സ് റിഡിക്യൂൾ. റിഡിക്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഹാസം. ഞാൻ നെയ്ബേഴ്സിൻ്റെ പരിഹാസത്തിനെ ഇഗ്നോർ ചെയ്യുന്നു. അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒബ്സ്ട്രക്ഷൻസും ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, എനിക്കൊരു ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും പുച്ഛവും പരിഹാസത്തിനും എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയുണ്ട്, അതായത് ഞാൻ വെറുതെ ഇരിക്കല, എനിക്കൊരു ജോലിയുണ്ട്. അതാണ് ഈ ഒരു ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സ്വീപ്പ് എവേ ടുഡേയ്സ് ആൻഡ് യെസ്റ്റർഡേയ്സ് ഗാർബേജ്, ക്ലിയർ എവേ ദ ഫിൽത്ത് ഇൻ ദ സ്ട്രീറ്റ്സ്, and in people's mind I put on new work clothes. Looking in the mirror I now understand the mildness of my mother's eyes. പിന്നെ പറയുന്നുണ്ട്, ഞാൻ സ്വീപ്പ് ചെയ്യും, എൻ്റെ കയ്യിൽ ബ്രൂം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ സ്വീപ്പ് ചെയ്യും. എന്താണ് സ്വീപ്പ് ചെയ്ത് കളയുക?
ടുഡേയ്സ് ആൻഡ് യെസ്റ്റർഡേയ്സ് ഗാർബേജ്. ഇന്നത്തെയും ഇന്നലത്തെയും കുറേ ഗാർബേജ് അറിയാലോ, വേസ്റ്റ്. അപ്പോൾ ഇന്നത്തെയും ഇന്നലത്തെയും വേസ്റ്റുകളെല്ലാം ഞാൻ സ്വീപ്പ് ചെയ്ത് കളയും. അതേപോലെ ഞാൻ എൻ്റെ സ്ട്രീറ്റിൽ, അതായത് ഞാൻ നടക്കുന്ന പാത്ത് എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് അവിടുത്തെ ഫിൽത്തുകളൊക്കെ, അതായത് വൃത്തികേടുകളൊക്കെ തുടച്ച് നീക്കി ഞാൻ നല്ല ക്ലീനായ എൻ്റെ സ്ട്രീറ്റൊക്കെ ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് നടക്കാനുള്ള പാത്തും അതുപോലെ എൻ്റെ യെസ്റ്റർഡേയും ടുഡേയ്സൊക്കെ ഗാർബേജും അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ എൻ്റെ നല്ല പാത്തിലൂടെ ഇങ്ങനെ നടക്കും. അതുപോലെ ഞാൻ വർക്കിംഗ് ക്ലോത്ത് ഇട്ടിട്ട് നേരെ മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് എന്താണ് കാണുന്നത്, എന്നെ തന്നെ കാണുന്നുണ്ട്. മീൻസ് അതായത് വർക്കിംഗ് ക്ലോത്ത് ഇടുക പറയുമ്പോൾ എന്താണ്, നമുക്ക് നമ്മളെ തന്നെ ആ കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. അപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണുകളാണ് ഓർമ്മ വരുന്നത്, മദേഴ്സ് ഐസാണ് ഓർമ്മ വരുന്നത്. അതെന്താണ്, എത്രത്തോളം എൻ്റെ അമ്മയുടെ ഇതിൻ്റെ മൈൽഡ്നെസ്, അതായത് ആ ഐയിൻ്റെ മൈൽഡ്നെസ്സാണ് എനിക്ക് മനസ്സിലാവുന്നത്. അമ്മയുടെ ആ കണ്ണിൻ്റെ മൃദുത്വമാണ് എനിക്ക് കാണുമ്പോൾ, എൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. കാരണം എല്ലാവരേക്കാളും കൂടുതലും ഞാനൊരു വർക്കിംഗ് വുമൺ ആകുമ്പോൾ എൻ്റെ ആ മൃദുത്വമുള്ള കണ്ണുകളിലൂടെ നോക്കുന്ന അമ്മയ്ക്ക് മാത്രമേ ഒരു പ്രൗഡായി ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ അത്രത്തോളം പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് ആ അമ്മയുടെ കണ്ണിൻ്റെ മൈൽഡ്നെസ്സും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഐ വിൽ നെവർ അഗെയിൻ ഹാസ് ടു കാസ്റ്റ് പ്രീഫ്ലെക്സഡ് looks into the street into a corner at a color of billboards, neither in the paint wrinkles of my mother's brow must I dodge fear of my inability. ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരിക്കലും സ്ട്രീറ്റിലെ അല്ലെങ്കിൽ സ്ട്രീറ്റുകളിലെ കോർണറുകളിലെ ബില്ലി ബോർഡ്സിൻ്റെ കളറിലേക്ക് നോക്കില്ല. കാരണം എന്താണ്, ഒരു സമയത്ത് ജോബൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത സമയത്ത് ഞാനിതൊക്കെ കാണുമ്പോൾ, ഈ ബില്ലി ബോർഡ്സ് അറിയാമല്ലോ, വലിയ വലിയ ഇതിൻ്റെ ഇതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ ബോർഡ്സൊക്കെ കാണുമ്പോൾ എന്താ പറയുക, എനിക്ക് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കാരണം എനിക്ക് ജോലിയില്ല, പിന്നെ എന്താണ് അവർക്ക് നല്ല ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തുണ്ട്, എനിക്കൊരു ജോബുണ്ട്, എനിക്ക് നല്ലൊരു ജോബുണ്ട്, ഞാനൊരു വർക്കിംഗ് വുമണാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് ആ ബില്ലി ബോർഡിലേക്ക് നോക്കാൻ പോലും താല്പര്യമില്ല. കാരണം എന്താ പറയുക, ഞാനും എന്താണ് പ്രൗഡ് ഫീൽ ചെയ്യുന്നതാണ്, സെൽഫിലി പ്രൗഡ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബില്ലി ബോർഡിലേക്ക് നോക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആരെയാണ്, എൻ്റെ അമ്മേനെയാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ അമ്മയുടെ ആ ബോറോസിൽ ഒരിക്കലും ചുളിവുകൾ വരാൻ അല്ലെങ്കിൽ ആ സങ്കടങ്ങൾ വരാൻ ഞാൻ കാരണം ഒരു സങ്കടം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്താണ് ആ ബോർഡുകളിലേക്ക് ഇനി നോക്കില്ല. കാരണം എനിക്കിപ്പോൾ എന്താണ് കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു ജോബുണ്ട്, അതൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റായി കാണുന്നു. അതുകൊണ്ട് തന്നെ അമ്മേനെ ഞാൻ ഒരിക്കലും കാരണം അമ്മയ്ക്ക് ഒരു നെറ്റ് ചുളിക്കേണ്ട അവസ്ഥ വരില്ല ഇനി മുതൽ. അതാണ് നെക്സ്റ്റ് ലൈൻസ്. വിത്ത് ദ ബ്ലെസ്സിങ് റിട്ടേൺ out by my mother's eyes, I brandished a broom and moved on, greeting the morning breeze behind me, a clean സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ അമ്മയുടെ കണ്ണുകളിലൂടെയുള്ള അത്രയും നല്ലൊരു ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ ബ്രൂമിനെ ബ്രാൻഡിഷ് ചെയ്യും. ബ്രാൻഡിഷ് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തും. എൻ്റെ ആ ജോലി ഉപയോഗപ്പെടുത്തി ഞാൻ എന്ത് ചെയ്യും, ഒരു മോർണിംഗ് ബ്രീസ്, നല്ലൊരു മോർണിംഗിലെ നല്ലൊരു സമയത്ത് എന്ത് ചെയ്യും, മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും ഒരു ക്ലീൻ സ്ട്രീറ്റിലൂടെ. അതായത് എല്ലാ ഗാർബേജസും തുടച്ച് എൻ്റെ ഒരു ജോബ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രൂം കൊണ്ട് ഞാൻ തുടച്ച് നീക്കി നല്ലൊരു സ്ട്രീറ്റിലൂടെ മോർണിംഗ് എന്തായിരിക്കും, നല്ലൊരു ഗ്രീറ്റിങ്ങിലൂടെ ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെപ്പോഴും എൻ്റെ ഒപ്പം എന്തുണ്ടായിരിക്കും, എൻ്റെ അമ്മയുടെ ആ ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും എന്നാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന സിമ്പിൾ ബ്രൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ജോബാണ്. സ്വന്തമായിട്ടൊരു ജോബ് ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഒരു വുമൺ പ്രൗഡ് ഫീലാണ്, അതുപോലെ അവരുടെ അമ്മമാർക്ക് എത്ര പ്രൗഡ് ഫീലാണ്, അതുപോലെ ഒരിക്കലും കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക.